എൻ്റെ പേര് കവിത ഫ്രാൻസിസ്. ഞാൻ സെൻറ്റ് ജോർജ് കൂട്ടിക്ക ഇടവകക്കാരിയാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഇവിടെ എനിക്ക് വരണമെന്ന് ആഗ്രഹം വരികയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ കാരണം തന്നെ എനിക്ക് 6-7 മാസമായിട്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഭയങ്കരമായ ഒരു പ്രതിസന്ധിയിൽ ഞാൻ കടന്നു പോവുകയും എനിക്കത് താങ്ങാവുന്നതിനപ്പുറത്തുമായി പോവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, സ്വന്തമായിട്ടൊരു ജോലിയില്ലെങ്കിൽ ഇനി മുൻപോട്ട് പോവില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മേ എനിക്കൊരു സ്വന്തമായിട്ടൊരു ജോലി വേണം. എനിക്ക് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തോന്നി, എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലി വേണം എന്നെനിക്ക് തോന്നി. അതിന് യാതൊരു വക എനിക്ക് അതിനുള്ള ഒരു മെറിറ്റും ഇല്ലാത്ത ഒരാളാണ്. എങ്കിൽ പോലും എന്നെ തോന്നിക്കുകയാണ് എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിച്ചു. ഞാനത് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോയി. മറ്റൊന്നും ഞാൻ നോക്കിയില്ല. പക്ഷേ എല്ലാവരിൽ നിന്നും ഞാൻ അകന്നു നിൽക്കുകയും എനിക്ക് പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ഞാൻ ആഴത്തിലിറങ്ങുകയും എനിക്ക് ഉടമ്പടി പ്രാർത്ഥന രാവിലെ എണീക്കുന്നത് എന്തോ പുതിയൊരു സ്ഥലത്തിലേക്ക് യാത്ര പോകാൻ തോന്നുന്ന പോലെ അത്ര ഒത്തിരി സന്തോഷമായിട്ട് രാവിലത്തെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രസന്നമായ ഒരു ദിവസമായിട്ടാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊന്നും ഞാൻ ഈ ജോലിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുമെന്നോ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ. പക്ഷേ എനിക്ക് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും എന്തോ എനിക്ക് തരാനുണ്ടെന്നൊരു തോന്നൽ എന്നെ ഓരോ പ്രാവശ്യവും ഓരോ ദിവസങ്ങളിലും എനിക്ക് മുന്നോട്ട് അങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. പക്ഷേ പ്രതീക്ഷ കൈവിട്ടില്ല. എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ താങ്ങാവുന്നതിനപ്പുറത്ത് ഓരോ ദിവസങ്ങൾ വരുമ്പോഴും എനിക്കതൊക്കെ നിസ്സാരമായിട്ട് പോകാനായിട്ട് നിസ്സാരമായിട്ട് എനിക്ക് തോന്നാൻ ഉണ്ടായി. കാരണം പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വയലൻ്റാകുകയും ക്ഷമയില്ലാത്ത ഒരാളായിട്ട് മാറുകയും ചെയ്തിരുന്ന ആളിൽ നിന്നെല്ലാം ക്ഷമയുള്ള ആളാകുകയും അതൊക്കെ എന്തേലും പറയട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ നിന്നൊക്കെ എനിക്കൊത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കൊച്ചുമോക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും വന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം, ഇവളുടെ തലയ്ക്കൊന്ന് പിടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പറഞ്ഞിങ്ങനെ കൊച്ചിന് സുഖമില്ലാണ്ട് വന്നതെന്ന് പറഞ്ഞപ്പം അച്ഛനാണെങ്കിൽ അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു വൈദികനായിരുന്നു. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, കൊച്ചിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ എന്ത് ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് അല്ലെങ്കിലും ഒരു ജോലി വേണം, നീ ഇങ്ങനെ നിന്നാൽ ശരിയാ. അപ്പോൾ അത് എന്താണ്? ഞാൻ പോയ സബ്ജക്റ്റ് വേറെയാണ്, പക്ഷേ ഇതെന്താണ് ഇങ്ങനെ അച്ഛൻ പറയുന്നതെന്ന് ഓർത്തു. അച്ഛൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അന്നേരമുണ്ട്. ഞാൻ അന്നേരം ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നതിന് 2 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഒരു പെൺകുട്ടി ഞാൻ വളരെ ടയേർഡായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയും അതൊരു പച്ച ചുരിദാർ ഇട്ടുകൊണ്ടായിരുന്നു ആ കുട്ടി ഇറങ്ങി വന്നത്. സാധാരണ ഞാൻ സ്വപ്നമൊന്നും അങ്ങനെ കാര്യമാക്കുന്ന ആളല്ല, പക്ഷേ ഈ പച്ച ചുരിദാർ ഇട്ട് ഞാൻ സഹായിക്കാമെന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു ഷേപ്പ് പോലെ തോന്നിയിട്ട് ഞാൻ പേര് റെജീന എന്ന് വിളിക്കുകയും ഞാൻ ഉടനെ എന്നോട് പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് തിരിച്ചു കയറി പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഞാനത് എൻ്റെ മോളോട് പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും കണ്ടാൽ അതൊരു സത്യമാണെന്ന് വെളിപ്പെടുത്തണം, നാളെ ഒരിക്കലും അത് അല്ല എന്നുള്ള ആഗ്രഹം ഓർത്തുകൊണ്ട് ഞാൻ അവളോട് മാത്രം പറഞ്ഞു ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടത്. അവളും ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. പക്ഷേ ഇതിന് ശേഷമാണ് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്ന. അച്ഛൻ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാം നിന്നെ. ഒരു പെൺകുട്ടിയുണ്ട്, അവൾ യൂറോപ്യൻ കൺട്രിയിലാണ്, അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ പേപ്പേഴ്സ് എല്ലാം നീക്കിട്ടേണ്ട് നിനക്കൊരു ജോലിക്ക് പോകാമെന്ന് എന്നോട് പെട്ടെന്ന് പറയുകയും ഞാൻ ഞെട്ടി തിരിച്ചു പോയി. കാരണം ഞാൻ അതിനായിട്ടല്ല പോയത്, എനിക്കറിയത്തുമില്ലായിരുന്നു. പക്ഷേ അത് വെച്ചുകൊണ്ട് ഞാനിരുന്ന് പ്രാർത്ഥിച്ച് ഈ അമ്മയുടെ ഉടമ്പടി പത്രികയിലിരുന്ന് ആ കുട്ടിയുടെ പേര് ജിസ്ന എന്നായിരുന്നു. ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം വന്നിരുന്നുള്ളൂ. ആ കുട്ടിയുടെ പേരും നമ്പരും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എനിക്കത് നല്ലതാണെങ്കിൽ മാത്രമേ തരാവുള്ളൂ, കാരണം എനിക്ക് ആരെയും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ വെള്ളിയാഴ്ച എനിക്ക് ആ 2-3 ദിവസം ഒരാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം എന്നോട് ആരോ പറയുന്നു വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ആ കുട്ടി എല്ലാ കാര്യത്തിലും സഹായിക്കുകയും ഇന്ന് ഓരോ പേപ്പേഴ്സ് നീക്കേണ്ട കാര്യങ്ങളും അവളാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും എന്നെ പിക്ക് ചെയ്യും. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷേ എല്ലാം കഴിഞ്ഞ് എല്ലാം സ്മൂത്തായിട്ട് പോവുകയും എനിക്കൊരു തടസ്സം പോലും ഉണ്ടാകുകയും ചെയ്തിരുന്നില്ല. ഞാൻ എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ മോളെ കണ്ടിട്ടില്ല, എനിക്ക് എങ്ങനെയാണ് ഇയാൾ ഇരിക്കുന്നതെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നതാണോ എന്ന് എനിക്കറിയാനോ ഒന്ന് ഫോട്ടോ. അന്നേരം ആൻറ്റി ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ആൻറ്റിക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ച് ഞാൻ ഒരു 15-20 മിനിറ്റത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ഞാൻ എങ്ങനെ കണ്ടിരുന്ന കുട്ടിയോ അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണേലും എനിക്ക് വിശ്വാസത്തിലേക്ക് കാരണം പ്രാർത്ഥനയൊക്കെ കാര്യമുണ്ട്. പക്ഷേ ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണോ വേണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനമായിട്ട് വന്നത് എൻ്റെ വിശ്വാസം. അതായത് മരണം വരെ
ഒരു കാരണവശാലും ആരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കാതെ ഈശോയിലേക്ക് മാത്രം എനിക്ക്, എൻ്റെ അമ്മയിലേക്ക് ഈശോയിലും, കാരണം ഒരിക്കലും നമ്മൾ തളർന്നു പോയില്ല എന്നുള്ളൊരു വലിയൊരു അർത്ഥമാണ് ഞാൻ കണ്ടിരുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടി. ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് ഇന്ന് യൂറോപ്യൻ കൺട്രിയിൽ ജോലിയോടുകൂടി എനിക്ക് പോകാൻ സാധിച്ചു. എന്നെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ ചെന്ന്. ആ രീതിയിലേക്ക് ആ കുട്ടി എന്നെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ജനുവരി 27 തന്നെ എനിക്ക് എൻട്രി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. വിസയിൽ കറക്റ്റ് ജനുവരി 27 ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ മോൾ ഭാഗത്തായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു, എനിക്കങ്ങനെ 27-ാം തീയതി തന്നെ പോകാൻ സാധിക്കണമേ എന്ന്. ആ കറക്റ്റ് 27-ാം തീയതി തന്നെ 15 ദിവസം പറഞ്ഞെടുത്ത് വെറും 4 ദിവസം കൊണ്ട് എനിക്ക് വിസ വരികയും ജനുവരി 27 തന്നെ എൻട്രി എനിക്ക് വരികയും ചെയ്തിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തു. ഈ 27 തന്നെ ഞാൻ പോവുകയാണ്. എന്നെ അമ്മ മാതാവും എൻ്റെ ഈശോയും ഇന്ന് എങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ മേലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇന്ന് ഈ നിൽക്കുന്നത്. ഇന്ന് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ അമ്മയുടെ ഈ ആൾത്താരിൽ എനിക്ക് വന്ന് നിൽക്കാൻ, എൻ്റെ ഈശോയുടെ ആൾത്താരിൽ വന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ ഈ വിശ്വാസത്തിൽ ഞാൻ മരണം വരെ മാറില്ല. ഞാൻ ബൈബിൾ വായിക്കുന്നതിലെല്ലാം മടിയുള്ള ഒരാളായിരുന്നു. ഇപ്പം വായിച്ചില്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് അലട്ടും, കുർബാന കണ്ടില്ലേ മാനസികമായിട്ട് അലട്ടും. അങ്ങനെ ആത്മീയയിൽ മാത്രം ജീവിക്കാൻ എനിക്ക് ഇന്ന് അനുഗ്രഹം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് വേണ്ട വേയാണ് എനിക്ക് കാണിച്ചു തന്നു. കാരുണ്യപ്രവൃത്തി ചെയ്യാനും അവിടെ ഒരു കുരിശുംതൊട്ടിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അയലോക്കത്ത് കുരിശുംതൊട്ടിയിലൊരു അമ്മച്ചി അവിടെ നിന്നും എഴുതി വയ്ക്കുമ്പോൾ ആ അമ്മച്ചിയുടെ അടുത്ത് പോയിരുന്നുകൊണ്ട് ഞാൻ പത്രം കൊടുക്കുകയും അങ്ങനെ സന്തോഷം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ഞാനിരിക്കുന്നു. എൻ്റെ കാരുണ്യപ്രവൃത്തികൾ അതെങ്ങനെയായിരുന്നു. പത്രം വിതരണം ചെയ്യാൻ മടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് അതിനെല്ലാം ഞാൻ മുൻപിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ അമ്മയോടും ഈശോയോടും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം 11-ാം വചനമാണിത്. ദൈവത്തിൻ്റെ കരുതലാണ് നാം കേട്ടത്. കഷ്ടപ്പാടുകളുടെയും ക്ഷാമങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ദൈവം നമ്മുടെ കൂടെയുള്ളതായിട്ടും നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുകയും നമ്മുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നതും കേൾക്കുന്നതും എല്ലാ ദിവസവും എല്ലാ നിമിഷവും. നമ്മെ നയിക്കുന്ന ഒരു ദൈവം, നിരന്തരം നമ്മെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവം, നമ്മളെ ശരിയായ പാത കാണിച്ചു തരുന്ന ഒരമ്മ. എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ, നിമിഷങ്ങളിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ടെടുക്കുന്ന ഈശോയും അമ്മയുമാണ് നാം ഇവിടെ കാണുന്നത്. കവിത ഫ്രാൻസിസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ഇത് തന്നെയാണ് കണ്ടത്. താങ്ങാൻ പറ്റാത്ത സമയത്ത് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലാണ് ഈ മകൾ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെത്തിയത്. പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് തിരിച്ചു പോയതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്വപ്നത്തിൽ ഏതോ ഒരു മകൾ വന്ന് സഹായിക്കുന്നതായി കണ്ടതും, പിന്നീട് ഒരു വൈദികൻ്റെ അരികിലും മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ആ വൈദികൻ ഒരു നിമിത്തമായി, മാതാവിൻ്റെ ഒരു സാന്നിധ്യമായി ഈ മകൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഉടമ്പടി ജീവിതത്തിലെ മക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. ഈ മക്കൾ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ പല വ്യക്തികളും നിമിത്തമായിട്ടാണ് വരുന്നത്. മാതാവിൻ്റെ സാന്നിധ്യം അറിയുന്നത് പല രീതികളിലാണ്, പല വ്യക്തികളിൽ കൂടിയാണ്, പല സാഹചര്യങ്ങളിൽ കൂടിയാണ്. ഈ മകളും ഇതുപോലെയാണ്. ആ വൈദികൻ നിമിത്തമാണ് ഒരു കുട്ടിയെ പരിചയപ്പെടാനും, പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വിസ ഒരു 4 ദിവസത്തിനും വിസ റെഡിയായി. ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതും പരിശുദ്ധ അമ്മ സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്, ജനുവരി 27 എന്ന്. അന്നേ ദിവസം തന്നെയാണ് ഈ മകൾക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തത്. ഇതാണ് കൃപാസന അമ്മ. നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മ ഈശോയോട് പറഞ്ഞു കൊടുക്കുന്നത്. കാനായിൽ സമയമായിരുന്നില്ലായിരുന്നിട്ടും ഈശോയോട് പറഞ്ഞു അവരെ സഹായിക്കാനാ. അങ്ങനെ നമുക്ക് സമയമില്ലെന്ന് നമ്മൾ തോന്നുമ്പോഴും അമ്മയോട് പറയുമ്പോൾ അമ്മ ഓരോ കാര്യങ്ങളും ഈശോയോട് ചെന്ന് പറഞ്ഞ് സമയമാക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. 27 എന്നുള്ള ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് പോകുവാനുള്ള ചാൻസാണ്. ജനുവരി 27 ഈ മകൾ പോവുകയാണ് റോമിലേക്ക്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ
ഹൃദയവിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു സ്ഥലം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള ഒരു ആത്മീയ ഉണർവാണ് ഈ മകൾക്കുണ്ടായത്. പെട്ടെന്നാണ് ഈശോയിലും അമ്മയിലേക്കും ഉള്ളൊരു ഒരു തീഷ്ണത, ബൈബിൾ വായിക്കാനും കുർബാന കൂടാനും കുമ്പസാരിക്കാനും ഒരു നല്ലൊരു ഭൗതികതയിൽ നിന്ന് ഒരു ആത്മീയതയിലേക്കാണ് പിന്നീട് ഈ മകളുടെ ഒരു വളർച്ച. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടിൻ്റെ നടുവിൽ സ്നേഹം പറ്റാത്ത സ്നേഹനിധിയായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളെ നിരന്തരം നയിക്കുന്ന ദൈവം, നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മളെ നനച്ചു വളർത്തുന്ന പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയാണുള്ളത്. ആ ദൈവത്തിൽ നമുക്കും വിശ്വസിച്ച്, ആ കരുതലും സംരക്ഷണത്തിലും വിശ്വസിച്ച്, ആ അമ്മയുടെ സംരക്ഷണവും കരുതലും നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും. അവൾ വിശ്വസിച്ച് നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധയോടെ മുന്നോട്ട് നയിക്കാം. കവിത ഫ്രാൻസിസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.